വ്യക്തിയാണ് ഇവിടെ ചോദിക്കുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാര്? രാഹുൽ ഗാന്ധി. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന KKV മോട്ടോഴ്സ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. KKV മോട്ടോഴ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലമ്പലം പട്ടണത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന KKV മോട്ടോഴ്സ് നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എംസാൻഡ്, പീസാൻഡ് അതുപോലെയുള്ള എല്ലാ നിർമ്മാണ സാധനങ്ങളും നമ്മളെ സൈറ്റിലെത്തിച്ച് നൽകുന്ന, വീട്ടിലെത്തിച്ച് നൽകുന്ന സ്ഥാപനം നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന ഏക വ്യക്തി ആരാണ്? അവരൊക്കെ വലിയുന്നു. ഒരിക്കലും ബസ്സും വരുന്നു. എന്തായാലും മറ്റൊരവസരത്തിൽ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. KKV മോട്ടോഴ്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. എവിടെ പോകാനായിട്ട് നിൽക്കുകയാണ്? തിരുവനന്തപുരത്ത്. ഇപ്പോൾ കല്ലമ്പലത്ത് എനിക്ക് കരവാരം ഗ്രാമപഞ്ചായത്തിലാണ് ജോലിയല്ലേ? രണ്ടുപേർക്കും കരവാരം ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പുതിയൊരു പ്രസിഡൻ്റൊക്കെ വന്ന് അപ്പോൾ ഇനി വളരെ വികസനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യം ഇതാണ്. ഇതിന് ശരി ഉത്തരം പറഞ്ഞ് സമ്മാനം നേടണം. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന ആദ്യ വ്യക്തി ആരാണ്? വല്ലാത്ത ക്വസ്റ്റ്യൻ ആണല്ലോ. നിങ്ങൾ ടെസ്റ്റ് എഴുതുന്ന സമയത്ത് ഇത് ചോദിച്ചാണ്. നമുക്കിപ്പോൾ 19-22 വയസ്സായാലും ഇനിയിപ്പോൾ ഒന്നും ഈ ചോദ്യം കാണൂല. അന്ന് കാണൂല. ഇത് കാണൂല. അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ല. ജീവിച്ചിരിപ്പുണ്ട്. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയോ? ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന ആദ്യ വ്യക്തി. അച്യുതനാണോ? അല്ല. അപ്പോൾ എന്തായാലും മറ്റൊരവസരത്തിൽ ഇതിലും മനോഹരമായിട്ടുള്ളൊരു സമ്മാനം നേടാം. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി. ചേച്ചിക്ക് അറിയാമോ? ലോക്സഭയിലും ഇപ്പോൾ ഇലക്ഷൻ വോട്ട് ചെയ്തില്ലേ? ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന ആദ്യ വ്യക്തി. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി ആര്? അറിയത്തില്ല രാഷ്ട്രീയത്തെക്കുറിച്ച്. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. നമ്മളെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റൽ, അതുപോലെ തന്നെ മണ്ണൽ, സിമൻറ്റ് തുടങ്ങിയവയെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്ന സ്ഥാപനമാണ്. കൂടാതെ അവരുടെ ബസ് സർവീസും ഇപ്പോൾ ഉണ്ട്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന ആദ്യ വ്യക്തി ആര്? ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി ആര്? രാഹുൽ ഗാന്ധി. ഉറപ്പാണ്? രാഹുൽ ഗാന്ധി അല്ല, മറ്റൊരു നേതാവാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഒരു സഹപാഠി ഒരു പെൺകുട്ടി മരണപ്പെട്ടു. നമ്മളെ സീനിയേഴ്സിന്റെ കുറച്ചായി 2 വർഷം കഴിഞ്ഞായി. ഞങ്ങൾ അതിനകത്ത് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ബസ് സ്റ്റാൻഡ് നമുക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന ആദ്യ വ്യക്തി ആരായിരുന്നു? ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി. പ്രതിപക്ഷ നേതാവ് അല്ല, അപ്പോൾ ആരുടെ ഒപ്പോസിഷനായിട്ടാണ്?
ആരുടെയെങ്കിലും ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്നു ഒരു വ്യക്തി. അതാരായിരുന്നു? അറിയില്ല. അറിയില്ല. അപ്പോൾ എന്തായാലും മറ്റൊരവസരത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നേടാം. ഞങ്ങളുടെ കൈവശമുള്ളത് KKV മോട്ടോഴ്സ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന ആദ്യ വ്യക്തി ആരാണ്? അറിയത്തില്ല. ഏത് സ്കൂളിൽ പഠിക്കണം? നെക്കാട് സ്കൂളിൽ ഹയർ സെക്കൻഡറി അല്ലേ? അപ്പോൾ ആ നേതാവ് ആരെന്ന് അറിയണ്ടേ? അപ്പോൾ ഇന്ത്യയുടെ ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായിരുന്ന ആ വ്യക്തി LK അദ്വാനിയാണ്. കേട്ടിട്ടുണ്ടോ? LK അദ്വാനി എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മുടെ BJP സർക്കാരിൻ്റെ സമയത്ത് ഉപപ്രധാനമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 1980-ൽ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ അദ്ദേഹം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. ഇപ്പോൾ അദ്ദേഹം ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് റെസ്റ്റ് എടുത്ത് വിശ്രമ ജീവിതം നയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.